സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിന്ന് പാക്കിൽ സംക്രമ വാണിഭ സ്ഥലത്താണ്. ചേട്ടന്റെ പേര്? എന്റെ പേര് ബിജു. പാമ്പാടി. ഇതാണ് ഒലക്കയുടെ മൂട്. ഞങ്ങളോട് ആരെങ്കിലും ചോദിക്കണം ആദ്യം പറയും തന്നെ ഒലക്കയുടെ മൂടെന്ന് തന്നെ പറയും. അവരൊരു തമാശയായിട്ട് അതിനെ കാണുന്നത്. അപ്പം ഇത് അടച്ചൂറ്റിയാണ്. അടച്ചൂറ്റി എന്ന് പറയുന്നത് തെക്കോട്ട് നമ്മുടെ തിരുവല്ല തൊട്ട് അങ്ങോട്ടൊക്കെ ഇതാണ് മെയിൻ ആയിട്ടുള്ള അടച്ചൂറ്റി. ഒരു സൈഡിലുള്ള ഒരു സൈഡ് പിടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്, മറിക്ക് ചെയ്യുന്നത്. ഇത് രണ്ട് സൈഡ് പിടിച്ച് ഇത് നമ്മുടെ കോട്ടയം ഭാഗത്തുള്ള അടച്ചൂറ്റി. ഇതിലാണ് ചേട്ടന്റെ പേരെന്താ ചേട്ടാ? എന്റെ പേര് റജി. എവിടത്താ? ഏറ്റുമാനൂര്. എത്ര വർഷമായിട്ട് ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട്? ഞാൻ ഒരു 40 വർഷമായിട്ട്. എങ്ങനെയുണ്ട് ഈ വർഷത്തെ കച്ചവടം? എങ്ങനെയുണ്ട്? സാധനങ്ങളെല്ലാം എത്തിയോ? സാധനങ്ങൾ ഇപ്പം ഏകദേശം ഒക്കെ എത്തി. ചേട്ടന്റെ പേര്? സോമൻ. എവിടുന്നാ? അയർക്കുന്നം. എത്ര വർഷം ഇവിടെ വരാൻ? ഞാൻ 35 വർഷമായി വരാൻ തുടങ്ങിയിട്ട് മൺപാത്ര കച്ചവടമായിട്ട്. എങ്ങനെയുണ്ട് ഇത്തവണ? എങ്ങനെയുണ്ട് ഇത്തവണ? കുഴപ്പമില്ല. എനിക്ക് മൺപാത്രങ്ങളായിട്ടും അരകല്ല്, ആട്ടുകല്ല്, ഇടികല്ല്, അതുപോലെ തന്നെ ഭരണികള്, കൽച്ചട്ടികള്, മൺപാത്രങ്ങൾ എല്ലാ ഐറ്റങ്ങളും, കൊട്ട, മുറം, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും, പ്ലാസ്റ്റിക് ഐറ്റം പാത്രങ്ങൾ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ചേട്ടാ ഇവിടെ പ്രത്യേകിച്ച് 35 കൊല്ലമായിട്ട് ഇവിടെ ഈ തൊഴിൽ പള്ളിക്ക് ഈ അമ്പലത്തിന്റെ ഭാഗത്ത് തന്നെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട്. ആദ്യത്തെ സ്റ്റാള് തന്നെ അമ്പലത്തിന്റെ ഭാഗത്ത് തന്നെ. ചേട്ടാ പേരെന്താ ചേട്ടാ? ഇത് പേര് മോനിച്ചൻ. എവിടെന്നാ വരുന്നേ? ഞാൻ കട്ടപ്പനക്കാരാ. എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടോ? 5 വർഷമായിട്ടുണ്ട്. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? കച്ചവടം ആയില്ല. സാധനങ്ങളൊന്നും എത്തിയില്ലല്ലോ? അതോ എത്തിയില്ല. പായൊക്കെ വന്നില്ലല്ലോ? പായൊക്കെ വരണം. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിന്ന് പാക്കിൽ സംക്രമ വാണിഭ സ്ഥലത്താണ്. പാക്കിൽ സംക്രമ വാണിഭം എന്ന് പറയുമ്പോൾ പാക്കിൽ അമ്പലവുമായിട്ട് ബന്ധമുണ്ട്. പാക്കനാരുടെ പാക്കിൽ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പാക്കിൽ അമ്പലത്തിൽ പ്രതിഷ്ഠ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ ആ കാലത്ത് പ്രതിഷ്ഠ ഉറയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും അന്നത്തെ തിരുവിതാംകൂർ രാജാവ് അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിയ സമയത്ത് പാക്കനാർ എന്ന് പറഞ്ഞ ഒരു കച്ചവടക്കാരൻ, കൊട്ട, മുറം എന്നിവ കച്ചവടം ചെയ്യുന്ന മുറ കച്ചവടക്കാരൻ അതിലെ വരികയും അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിക്കുകയും അദ്ദേഹം വിഗ്രഹം ഇവിടെ പാർക്ക എന്ന് പറഞ്ഞ് അത് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ വിഗ്രഹം അവിടെ ഉറച്ചു എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും പാക്കനാർക്ക് തിരുവിതാംകൂർ കർക്കിടക മാസത്ത് ആ മാസം 1-ാം തീയതി മുതൽ അവർക്കും അവരുടെ തലമുറകൾക്കും ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് കച്ചവടം നടത്താനുള്ളൊരു അവകാശം കൊടുത്തു. അവരുടെ പിൻതലമുറക്കാരാണ് ഇങ്ങനെ ഇവിടെ കച്ചവടം വാണിഭം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പഴമക്കാർ പറയുന്നത്. നമുക്ക് ഈ പാക്കിൽ സംക്രമ വാണിഭത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാഴ്ചകൾ നമുക്ക് കാണാം. ചേട്ടാ കച്ചവടം എങ്ങനെയാണ് ചേട്ടാ? കച്ചവടം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു കച്ചവടം ന്യായമായ ഒരു കച്ചവടം ഉണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും വരുന്ന കാരണം നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കുറേ കസ്റ്റമർ നമ്മളെ അന്വേഷിച്ച് വരുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. ചേട്ടന്റെ പേര്? എന്റെ പേര് ബിജു. പാമ്പാടി. SN പുരത്ത്. നിങ്ങൾ എത്ര വർഷം ഇവിടെ വരാൻ? ഞാനിപ്പോ ഒരു 20 വർഷം. 20 വർഷമായിട്ട് ഇതേ സ്പോട്ടിൽ തന്നെ ഇരിക്കുന്നത്. ചേട്ടാ ഒലക്കുണ്ടോ? ഒരലുണ്ടോ? ഒരലില്ല. അത് ഒലക്ക മേടിക്കുന്നവർ പഴയ ഒരല് കിടക്കുന്നവരാണ് ഒലക്ക അന്വേഷിച്ച് വരുന്നത്. ഒരല് കിടപ്പുണ്ട്, ഒലക്ക മേടിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം. അത് പാക്കിൽ വന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. കിട്ടാന്ന് പറയാൻ എല്ലാവരുടെയും കിട്ടില്ല. അപ്പൊ ഞങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇതിന്റെ പണിക്കാരാണ്. ഞങ്ങൾ ഒരു 3-4 മാസം മുമ്പേ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്ന. അതുകൊണ്ടാണ് ഈ സാധനമൊക്കെ നമുക്ക് ഇവിടെ മേടിക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ ചേട്ടാ ഒലക്കയുടെ മൂടിന്റെ കാര്യം പറഞ്ഞു. ഒലക്കയുടെ മൂടുണ്ട്. ഒലക്കയുടെ മൂടെന്ന് പറയുമ്പോൾ നമ്മളോട് ചേട്ടൻ ചോദിക്കുക ഇതെന്നാ സാധനം ഒലക്കയുടെ മൂടെന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഗൗരവം തോന്നാം. ഞങ്ങൾ പറയുന്നത് അതിന്റെ കറക്റ്റ് കാര്യമാണ് പറയുന്നത്. ഒലക്കയുടെ മൂട് ഒന്ന് കാണിക്കാം. ഒലക്കയുടെ മൂട് കാണിക്കാവുന്നു. ഇതാണ് ഒലക്കയുടെ മൂട്. ഞങ്ങളോട് ആരെങ്കിലും ചോദിക്കണം ആദ്യം പറയും തന്നെ ഒലക്കയുടെ മൂടെന്ന് തന്നെ പറയും. അവരൊരു തമാശയായിട്ട് അതിനെ കാണുന്നത്. പക്ഷെ ഞങ്ങൾ അതിന്റെ കറക്റ്റ് കാര്യമാണ് ഒലക്കയുടെ മൂട് അല്ലെ ഒലക്കയുടെ പൂണ് എന്ന് പറയും. അപ്പൊ നമുക്കിപ്പോ ഇത് എന്നാന്ന് ചോദിച്ചാൽ ചിലപ്പം വെടി വെക്കാൻ വെക്കുന്ന സാധനമാണെന്നൊക്കെ ഓരോരുത്തരും ചോദിക്കുന്നത് നിറച്ചിട്ടേ. അപ്പൊ ഇത് സത്യാവത്തിൽ സാധനം ഇത് ഒലക്കയുടെ മൂടാണ്. ചേട്ടാ ഇപ്പൊ ചോദിക്കുന്നത് ഈ ഒലക്കയുടെ മൂട് ഇതിന് പ്രത്യേക സൈസ് ഉണ്ടോ? ഒലക്കയുടെ മൂട് ഇത് നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മൾ അതിന്റെ പരുവത്തിന് ഒലക്ക ഒതുക്കിയെടുക്കുകയാണ്. തടി ഒതുക്കിയെടുക്കുക, എന്നിട്ട് ഇടിച്ചിറക്കുക. അപ്പൊ ഇതിന്റെ 2 സൈഡും ഉണ്ടല്ലോ? 2 സൈഡ് ഒലക്കയുടെ നമുക്ക് കുത്തുന്ന പൂണുണ്ട്, തിരിച്ചുണ്ട്. രണ്ടും നമുക്കുണ്ട്. എങ്ങനെ ഒലക്ക എങ്ങനെ വില? ഒലക്ക ഇപ്പൊ 650 രൂപ സെറ്റ്. ഒലക്ക പൂണിട്ട് വരുമ്പോൾ 650 ഫുള്ളായിട്ട് വരും. പിന്നെ വേറെ എന്താ പ്രത്യേകിച്ച് നമ്മുടെ പഴമയുള്ള സാധനങ്ങൾ എന്തൊക്കെ പറയുമ്പോൾ നമുക്ക് അടപലക, അടച്ചൂറ്റി, തടി കൊണ്ടുള്ള അടച്ചൂറ്റി എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്ത് അരി വാർത്തുകൊണ്ട സാധനമാണ് അടച്ചൂറ്റി. ആ സാധനം അല്ലേ? അതുപോലെ നമ്മൾ പൂജയ്ക്ക് എടുക്കുന്ന ആവണിപ്പലക, അതുപോലെ കൊരണ്ടിപ്പലക, പീഠം. പിന്നെ മെയിനായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ള ഐറ്റം പാതാളകരണ്ടി.
ഓ പാതാളകരണ്ടി ഫ്രണ്ടിൽ കിടക്കുന്നത്. അതിപ്പം എന്നതാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. പിള്ളേർക്കൊക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പാതാളകരണ്ടി. പണ്ട് കാലത്ത് കിണറ്റിൽ നിന്ന് തൊട്ടിയും കയറും കിണറ്റിൽ പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പൊക്കി എടുത്തോണ്ടിരുന്നു. അത് ഒരു ഏരിയയിൽ ചിലപ്പോൾ ഒരു പാതാളകരണ്ടി ആ ഏരിയയിൽ കാണുള്ളൂ. ഇത് മൊത്തം ഓൾറൗണ്ടർ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കും. ആ ഐറ്റം ഉണ്ട്. അങ്ങനെ ഒത്തിരി ഐറ്റം. അതുപോലെ നമ്മുടെ പഴയ കാലത്ത് ഈ തെങ്ങയിലൊക്കെ ഇരിക്കുന്ന ചെല്ലിയെ പിടിക്കുന്ന കമ്പിയായിരുന്നു. കമ്പി കൊണ്ട് കുത്തിയെടുക്കായിരുന്നു. അതൊന്നും ഇപ്പം ഒരിടത്തും ഇല്ല. ഈ സാധനങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. ചെല്ലിയെ പിടിക്കുന്ന കമ്പികൾ, അതുപോലെ മീനെ പിടിക്കുന്ന പല പല. അപ്പം ഇത് അടച്ചൂറ്റിയാണ്. അടച്ചൂറ്റി എന്ന് പറയുന്നത് തെക്കോട്ട് നമ്മുടെ തിരുവല്ല തൊട്ട് അങ്ങോട്ടൊക്കെ ഇതാണ് മെയിനായിട്ടുള്ള അടച്ചൂറ്റി. ഒരു സൈഡിലുള്ള ഒരു സൈഡിൽ പിടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്, മർക്ക് ചെയ്യുന്നത്. ഇത് രണ്ട് സൈഡിൽ പിടിച്ച് ഇത് നമ്മുടെ കോട്ടയം ഭാഗത്തുള്ള അടച്ചൂറ്റി. അത് പീഠം, വിളക്ക് വെക്കുന്ന പീഠം. പിന്നെ ഇത് പുസ്തകം വെക്കുന്ന സ്റ്റാൻഡ്, ബൈബിളൊക്കെ വെക്കുന്ന സ്റ്റാൻഡ്. ഇതാണ് പാതാളകരണ്ടി. ഇത് പാതാളക്കരണ്ടി. അതുപോലെ ഇത് നമുക്ക് ഈ തെങ്ങയിലൊക്കെ ഇരിക്കുന്ന ഈ തെങ്ങ് കുത്തുന്ന ചെല്ലിയൊക്കെ പിടിക്കുന്ന കമ്പിയാണ്. ഇത് നമ്മൾ കയറിയിട്ട് കവിളിനകത്ത് ഇതായാലും കുത്തി കയറ്റി എടുക്കുക. അങ്ങോട്ട് കുത്തിയാൽ തിരിച്ച് കയറുമ്പോൾ ഉടക്കി നിൽക്കുക, ഊരി പോയല്ല. അങ്ങനെ റേറ്റ്. ആ ചേർന്നു. അങ്ങനെ ഒത്തിരി. ചേട്ടാ ഇത് കോടാലി അല്ലേ? കോടാലി വിത്ത് സെറ്റ്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പണ്ട് കാലത്തെ പഴമയുള്ള കാലത്തെ വേറെ എന്ത് സാധനങ്ങളുള്ള ഇപ്പം മാർക്കറ്റിൽ ലഭ്യമല്ലാത്ത, എല്ലായിടത്തും കിട്ടാത്ത ഒത്തിരി ഐറ്റം നമുക്ക് അതിനകത്തുണ്ട്. ഒത്തിരി സാധനങ്ങൾ. ചീനച്ചട്ടി. ചേട്ടാ പേരെന്താ ചേട്ടാ? ഇത് പേര് മോനിച്ചൻ. എവിടെന്നാ വരുന്നേ? ഞാൻ കട്ടപ്പനക്കാരാ. എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടോ? 5 വർഷമായിട്ടുണ്ട്. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? കച്ചവടം ആയില്ല. സാധനങ്ങളൊന്നും എത്തിയില്ലല്ലോ? അതോ എത്തിയില്ല. പായൊക്കെ വന്നില്ലല്ലോ? പായൊക്കെ വരണം. തഴപ്പാ കുറവാണല്ലോ. കിട്ടാനില്ല. ആഹാ. ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടോ? ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ സാധനം കിട്ടുന്നില്ല. ആണല്ലേ? പ്രത്യേകിച്ച് വേറെ കലവും പിന്നെ മുറം ഐറ്റംസ് ഒക്കെ അല്ലേ? മുറം, ചൂല. ശരി. എന്ന് വരെ മൊത്തം എല്ലാ ദിവസവും ഉണ്ടാവുമോ? എല്ലാ ദിവസവും ഉണ്ടാവും. 30 തീയതി വരെ. 30 എന്ന് പറഞ്ഞാൽ ചിങ്ങം 30 തീയതി വരെ. കർക്കിടകം 30 വരെ ഉള്ളൂ. ചിങ്ങമാസത്തിന് മുന്നേ തീർക്കും. ശരി. നമുക്ക് കരാറാവാ. ആണല്ലേ? കർക്കിടകം 30 വരെ ഉള്ളൂ. ശരി. ചേട്ടന്റെ പേരെന്താ ചേട്ടാ? എൻ്റെ പേര് റജി. എവിടുത്താ? ഏറ്റുമാനൂര്. എത്ര വർഷമായിട്ട് ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട്? ഞാൻ ഒരു 40 വർഷമായിട്ട്. ഓർമ്മയ കാലഘട്ടം മുതൽ? ഓർമ്മയെന്ന് പറഞ്ഞാൽ 10-16 വയസ്സ് മുതൽ ഉണ്ട്. 57 വയസ്സായി. ആണല്ലേ? എങ്ങനെയുണ്ട് ഈ വർഷത്തെ കച്ചവടം? എങ്ങനെയുണ്ട്? സാധനങ്ങളെല്ലാം എത്തിയോ? സാധനങ്ങൾ ഇപ്പം ഏകദേശം ഒക്കെ എത്തി. പിന്നെ ഈ പ്രാവശ്യം കട വളരെ താമസിച്ചായി കിട്ടിയത്. ലേലമൊക്കെ താമസിച്ച് വെച്ചാൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായി. ഞങ്ങൾ വന്ന എല്ലാവരും അത് ബാധിച്ചു. കട കെട്ടാനും താമസിച്ചു. എന്ത് പറ്റി? പ്രാവശ്യം എന്ത് പറ്റി? ആ ലേലം താമസിച്ചു. ഞങ്ങൾക്ക് ഒരു 5-8 ദിവസം വേണ്ടി. അതിന് ആകെ കിട്ടി 3 ദിവസം കിട്ടിയ മഴയായിരുന്നു. അങ്ങനെ അത് മൊത്തം എല്ലാവർക്കും ഒരു പ്രശ്നമായി പോയി. സാധനം നിരത്താനും മറ്റെല്ലാം ഒത്തിരി ശരിയായി. അപ്പൊ കുറച്ച് ദിവസം കൂടെ നീട്ടി കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ അറിയത്തില്ല. അതൊക്കെ ദേവസ്വം ബോർഡിന്റെ തീരുമാനമായിരുന്നു. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? കച്ചവടം വളരെ ഉറപ്പായിട്ട് ഇപ്പൊ കാണാൻ ഇങ്ങനെ പെട്ടെന്നൊരു രീതി വന്ന കാരണം അതിന്റെ ശരിയായ പരസ്യമൊന്നും കഴിഞ്ഞ വർഷത്തിലൊക്കെ വളരെ അധികം ആള് കുറവല്ലേ? ഇത് കച്ചവടം എത്ര ദിവസത്തേക്കാണ്? കർക്കിടക മാസം മൊത്തം ഉണ്ടാകും. പിന്നെ കുറച്ചുകൂടെ നീട്ടു ചിങ്ങത്തിലോട്ട് കയറുമോ? ചിങ്ങത്തിലോട്ട് അങ്ങനെ ഡേറ്റ് ഇല്ല. പിന്നെ അവർ വല്ലതും നമുക്ക് ഇതിന്റെ വല്ല വെളിച്ചത്തിൽ നീട്ടി തന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റിയില്ല. ശരി. ഈ കൂടുതലും പോകുന്നത് പഴയ കാര്യങ്ങളൊക്കെ, പഴയ ചീനിച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോകുന്നുണ്ടോ? ചീനിച്ചട്ടി നമ്മള് സാധാരണ ഈ നാടൻ കത്തികള്, പിന്നെ മാക്സിമം ഇവിടെ വരുന്ന പഴയ ഐറ്റം ഉണ്ട്. എന്തൊക്കെയാ പഴമക്കാർക്ക് മേടിക്കാനുള്ള സാധനം എന്തൊക്കെയുള്ളതെന്ന് പെട്ടെന്ന് പറയാമല്ലോ? നമ്മുടെ പഴയ മോഡൽ ഇതുപോലുള്ള ചീനിച്ചട്ടികള്, പിന്നെ അതുപോലുള്ള ദോശക്കല്ലുകള്, പിന്നെ നമ്മളെ നേരത്തെ മാലയിലൊക്കെ പണിത് തരുന്ന അതേ മോഡല് കത്തികള്. ഞാൻ എന്റെ പണിക്കാരനും കൂടെ ആണല്ലേ? കത്തി അരിവായ ഭാഗത്തിൽ അങ്ങനെയുള്ള സാധനങ്ങള്. പിന്നെ കോടാലി നമ്മൾ ചെയ്തെടുക്കണം. നമ്മുടെ ചേട്ടന്മാരൊക്കെ അവരൊക്കെ എനിക്കതിന് സമയമില്ല, അറിയാവുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്തു ചേട്ടത്തെ ഇതുപോലെയൊക്കെയുള്ള ഐറ്റങ്ങള് നടക്കുന്നുണ്ട്. അപ്പൊ ശരി ചേട്ടാ, കാര്യങ്ങള് മംഗളോട് നടക്കട്ടെ. ശരി, ഓക്കെ. ചേട്ടന്റെ പേര്? സോമൻ. എവിടുന്നാ? അയർക്കുന്നു. എത്ര വർഷം ഇവിടെ വരാൻ? ഞാൻ 35 വർഷമായി വരാൻ തുടങ്ങിയിട്ട് മൺപാത്ര കച്ചവടമായിട്ട്. ഇത്തവണ എങ്ങനെയുണ്ട്? ഇത്തവണ കുഴപ്പമില്ല. എനിക്ക് മൺപാത്രങ്ങളായിട്ടും അരകല്ല്, ആട്ടുകല്ല്, ഇടികല്ല്,
അതുപോലെ തന്നെ ഭരണികള് കൽച്ചട്ടികള് മൺപാത്രങ്ങൾ എല്ലാ ഐറ്റങ്ങളും കൊട്ട മുറം അങ്ങനെ എല്ലാ ഐറ്റങ്ങളും പ്ലാസ്റ്റിക് ഐറ്റം പാത്രങ്ങൾ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ചേട്ടാ ഇവിടെ പ്രത്യേകിച്ച് ഞാൻ 35 കൊല്ലമായിട്ട് ഇവിടെ ഈ തൊഴിൽ പള്ളിക്ക് ഈ അമ്പലത്തിന്റെ ഭാഗത്ത് തന്നെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ട്. ആദ്യത്തെ സ്റ്റാള് തന്നെ അമ്പലത്തിന്റെ ഭാഗത്ത് തന്നെ കിട്ടുന്നുണ്ട്. ചേട്ടാ നമ്മുടെ പറയുന്ന ഇന്ന് ഇത് ഈറ ഐറ്റംസ് അല്ലേ? ഈറ ഐറ്റംസ് എന്തൊക്കെയാ ഉള്ളത്? ഇതിൽ കൊട്ടയുണ്ട്, മുറമുണ്ട്, പിന്നെ പരമ്പുകളുണ്ട്, പായുണ്ട്, അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട്. പാ വന്നിട്ടുണ്ടോ? വന്നിട്ട് തീർന്നു. ഇനി അടുത്ത നാളെ വരും. ഞങ്ങൾ ഒരു മാസം ഉണ്ട് കച്ചവടം. പിന്നെ ഇതെന്താ സാധനമാണ്? ഇതെന്തുവാ? ഈ പറക്കൊട്ട ബാലംകൊട്ട എന്ന് പറയും. അതുണ്ട്. ഇത് എന്തിനുള്ള നമുക്ക് പറ അളക്കാൻ അമ്പലങ്ങളിൽ പറ വെക്കാനും പിന്നെ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളത്. കൃഷിക്കാർക്ക് നെല്ലൊക്കെ പതിര് പോകാൻ വേണ്ടിയിട്ട് കുടഞ്ഞ് ഇട്ട് ചെയ്യുന്നത്. അത് നേരത്തെ പണ്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒക്കെ ഉൾക്കാർ കുറവാണ്. ഇപ്പൊ ഉൽപ്പന്നങ്ങളും കുറവ്, അത് വിൽപ്പനയും കുറവാണ്. പിന്നെ അപൂർവമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അരകല്ല് പല ഐറ്റം അരകല്ലുകളുണ്ട്. സൈസ് അരകല്ലുകളുണ്ട്. പിന്നെ കലം ചട്ടികൾ എല്ലാ ഐറ്റങ്ങളുണ്ട്. മൺപാത്രം, മണ്ണിന്റെ ഗ്ലാസുകൾ, മണ്ണിന്റെ പ്ലേറ്റുകൾ, മണ്ണിന്റെ അപ്പച്ചട്ടി, അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട്. ശരി. അപ്പൊ ചേട്ടാ ഈ വർഷത്തെ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടെന്ന്? കഴിഞ്ഞ വർഷത്തെ കാര്യം കുഴപ്പമൊന്നുമില്ല. അത് മുന്നോട്ടൊക്കെ ഇനിയും നേരത്തെ മഴയായതുകൊണ്ട് ഇച്ചിരി കച്ചവടം ആൾക്കാർ കുറവ്. ഇപ്പൊ ആൾ വന്നോണ്ടിരിക്കും. ഒരു മാസത്തെ കച്ചവടം ഉണ്ട്. കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. ശരി ചേട്ടാ, കച്ചവടം പൊടി കേട്ടെ. താങ്ക് യു.